മോഹൻലാൽ ഫാനായിരുന്നു, പക്ഷെ ഇപ്പൊ ടൊവിനോ ഫാനായി. അങ്ങനെ ടൊവിനോ വിഷയം മോഹൻലാൽ വിഷയം അല്ല, മോഹൻലാൽ വിഷയമാണ്. പക്ഷേ പൃഥ്വിരാജും ടൊവിനോയും നിന്നുകൊണ്ട് ഞാൻ ഇപ്പൊ ടൊവിനോ ഫാനാണ്. വില്ലന്മാരൊക്കെ എങ്ങനെയുണ്ട്? തകർക്കന്മാരൊക്കെ എന്റെ പൊന്നറിയാം. ഡ്രാഗൺ വില്ലൻ സീന് എല്ലാ സസ്പെൻസ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടു നോക്ക്. എന്റെ അറിയാ ടീസാണ്. മേക്കിംഗ് എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, പക്ഷേ പൃഥ്വിരാജ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മൂവി? ഓക്കെ എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട് മൂവി? മേക്കിംഗ് എങ്ങനെയുണ്ട്? മേക്കിംഗ് അടിപൊളിയാണ്. മലയാള സിനിമയിൽ മേക്കിംഗ് സമ്മതിക്കൊണ്ടേ പറ്റത്തുള്ളൂ. അടിപൊളി മേക്കിംഗ്. ഹാറ്റ്സ് ഓഫ്. മോഹൻലാൽ പെർഫോമൻസ് അടിപൊളിയാണ്. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ആ ലെവലിൽ കീപ്പ് ചെയ്യുന്ന തന്നെ പറയാം. കാരണം മേക്കിംഗ് കൊണ്ട് അടിപൊളിയാക്കി, ഒരു അടിപൊളി ലെവലാക്കി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ് ഈ പടം. അതിൽ എലക്ട്രിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ക്യാമറയും ബീച്ചും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സൂപ്പറായിരുന്നു. KGF കണ്ട ഫീൽ കിട്ടുന്നുണ്ട് ഈ പടം. കാരണം പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു. പെർഫോമൻസ് മഞ്ജു വാര്യരായാലും മോഹൻലാലായാലും പിന്നെ അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ഫില്ലിൻ്റെ ലെവലും നല്ല രീതിയിൽ മേക്കിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. ഒരു ഇന്റർനാഷണൽ ലെവൽ, ഹോളിവുഡ് ലെവൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആസം ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഒരു കണ്ടപ്പോ ഒരു ഫീലിംഗ്? അവരാ കണ്ടിന്യൂഷൻ നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടിനും രണ്ടിൻ്റെതായ രീതിയിലാണ് അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? അത്യാവശ്യം നല്ല മഞ്ജു ചേച്ചിന് കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന് തോന്നിയോ? കുറച്ചുകൂടെ ഒരു ക്യാരക്ടറൈസ്. ക്യാമറയും ബീജിയും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ഭയങ്കര അതിനകത്ത് കുറച്ച് കൂടുതൽ എഫേർട്ട് ഉണ്ട്. പൃഥ്വിരാജിന്റെ ഒരു മേക്കിംഗ് എങ്ങനെയുണ്ട്? ഒരു അത്യാവശ്യം കുറെ സ്റ്റൈൽസ് എക്സ്പെരിമെന്റ് ചെയ്തു. ഇതൊരു മലയാള സിനിമയായിട്ട് കാണാൻ പറ്റുമോ? അതൊരു പിന്നെന്താ നമ്മുടെ ഉദ്ദേശിച്ചതല്ല, ഒരു ഹോളിവുഡ് ലെവലിൽ എത്തിയിട്ടുണ്ട് പടം. ഒരു കാര്യം സിനിമയ്ക്ക് മലയാള സിനിമയുടേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എന്തായാലും ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയാ ഒരു മാറ്റങ്ങൾ തോന്നി? ചെറിയ ബഡ്ജറ്റ് സിനിമ, ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമ, കുറച്ചുകൂടെ നമുക്ക് അത്ര ഹൈപ്പില്ലാതെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടെ പഞ്ച് കിട്ടിയായിരുന്നു. ഓക്കെ, എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, കുറച്ച് മാസം മേക്കിംഗ് ഭയങ്കര അടിപൊളി മേക്കിംഗ്. ഹോളിവുഡ് സ്റ്റൈലിൽ ഹോളിവുഡ് ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി ആ ഒരു അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ക്യാമറ ബീജിയും ഒക്കെ അതൊക്കെ ടെക്നിക്കൽ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ സൈഡിലോട്ട് കുറച്ച് സൈഡിലൂടെ പോലെ സിനിമയിലെ രാഷ്ട്രീയം കുറച്ചൊക്കെ ചർച്ചയായിട്ടുണ്ട്. ഇതിലൊരു അതിനെക്കുറിച്ച് എന്തെങ്കിലും രാഷ്ട്രീയം തുടക്കത്തിൽ ഇപ്പം ട്രെയിന് കത്തുന്ന ഒരു മാത്രം അത് ഓട്ടോമാറ്റിക് കത്തുന്ന പോലെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്. എല്ലാത്തിനും അലയൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരല്ല, നമ്മൾ മലയാളീസ് അലയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. കുഴപ്പമില്ല. വൺ ടൈം വായിച്ചതാണ്. കൂടുതലും ഹിന്ദി ഇംഗ്ലീഷ് ആയിട്ടാണ് ആൾക്കാർ നേറ്റീവ് ആർക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും. ആ ഒരു സീന് മറക്കാൻ പറ്റില്ല. ആ ഒരു മുന്നോട്ട് വരുന്ന ഒരു സീനുണ്ട്. ക്ലൈമാക്സ് ഏറ്റവും ലാസ്റ്റ് അത് കൊള്ളാം.